വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 8th സെമസ്റ്റർ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ റിസർച്ച് ഗ്യാപ്പ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റിസർച്ച് ഗ്യാപ്പ്? എക്സിസ്റ്റിംഗ് റിസർച്ചിലൊന്നും പ്രോപ്പറായിട്ട് കവർ ആവാത്തൊരു പ്രോബ്ലം ഫ്യൂച്ചർ റിസർച്ചിന് വേണ്ടിയിട്ട് സ്കോപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അൺഎക്സ്പ്ലോർഡ് അല്ലെങ്കിൽ അണ്ടർ എക്സ്പ്ലോർഡ് ഏരിയാസിനെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയാം. ഒരു റിസർച്ചറും ആ ഒരു ഐഡിയാസിനെ പിക്കപ്പ് ചെയ്യുകയോ അതിൽ സഫീഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു റിസർച്ച് ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡാറ്റ അവിടെ ഉണ്ടാവില്ല. ഇതാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ റിസർച്ച് ഗ്യാപ്പിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഒന്ന്, പബ്ലിഷ്ഡ് ലിറ്ററേച്ചറുകളെ റിവ്യൂ ചെയ്യുക. റിസർച്ച് അഡ്വൈസറിന് സപ്പോർട്ട് സീക്ക് ചെയ്യുക അല്ലെങ്കിൽ അഡ്വൈസ് സീക്ക് ചെയ്യുക. ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ ഡാറ്റാബേസസ് യൂസ് ചെയ്ത് കോമൺ സബ്ജക്ട്സോ ഫ്രീക്വൻ്റ്ലി സ്റ്റഡീഡ് ടോപ്പിക്സോ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സെർച്ച് ചെയ്യുക. പ്രൊമിനൻറ്റ് ജേർണൽ വെബ്സൈറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെൻഡിങ് അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് റിജക്റ്റഡ് റിസർച്ച് ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. റിസർച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും കെയർഫുൾ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഓൾറെഡി എന്തൊക്കെയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്, ഏതൊരു ഏരിയയാണ് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. റെഫറൻസ് സെക്ഷൻസ് റിസർച്ച് പേപ്പേഴ്സിൻ്റെ ചെക്ക് ചെയ്യുക. പുതിയ അഡീഷണൽ സോഴ്സസ് ഒക്കെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ കെയർഫുള്ളി എക്സിസ്റ്റിംഗ് സ്റ്റഡീസിലൂടെ ഒബ്സർവ് ചെയ്യുക. പുതിയ ഐഡിയാസ് അവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓരോന്നിനെയും ഫൈൻഡിങ്സ് ടേബിളായിട്ടോ ചാർട്ടായിട്ടോ ഫോട്ടോഗ്രാഫ്സ് ആയിട്ടോ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർസ് ഒക്കെ ആയിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് റിസർച്ച് ഗ്യാപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ടൈപ്സ് ഓഫ് റിസർച്ച് ഗ്യാപ്പ് ആണ്. 8 ടൈപ്പാണ് റിസർച്ച് ഗ്യാപ്സ് ഉള്ളത്. തിയറിറ്റിക്കൽ ഗ്യാപ്പ്, എംപിരിക്കൽ ഗ്യാപ്പ്, മെത്തഡോളജിക്കൽ ഗ്യാപ്പ്, പ്രാക്ടിക്കൽ ഗ്യാപ്പ്, ലിറ്ററേച്ചർ ഗ്യാപ്പ്, ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ്, കൾച്ചറൽ ഗ്യാപ്പ്, കോൺസെപ്ച്വൽ ഗ്യാപ്പ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് തിയറിറ്റിക്കൽ ഗ്യാപ്പ്. തിയറിറ്റിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഏരിയനെ റിലേറ്റ് ചെയ്ത് തിയറീസോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസിലോ വരുന്ന ഗ്യാപ്പാണ് തിയറിറ്റിക്കൽ ഗ്യാപ്പ്. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? എക്സിസ്റ്റിംഗ് തിയറീസ് ഇൻകംപ്ലീറ്റ്, കോൺട്രാഡിക്റ്ററി അല്ലെങ്കിൽ പുതിയ ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അൺഎബിൾ ആവുന്ന കേസസിലൊക്കെയാണ് തിയറിറ്റിക്കൽ ഗ്യാപ്പ് ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡിൽ റിസർച്ച് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ചേഞ്ചസ്, പുതിയ ഇഷ്യൂസിൻ്റെയൊക്കെ എമർജൻസ്. മെയിൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്യാനും ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും ജോബ് സാറ്റിസ്ഫാക്ഷനൊക്കെ തമ്മിലുള്ള റിസർച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഒരു സ്ട്രോങ് തിയറി ഇല്ല. അപ്പോൾ അതാണ് തിയറിറ്റിക്കൽ ഗ്യാപ്പിനൊരു എക്സാമ്പിൾ. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സാണ്: ആദ്യം ഒരു തറോ ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുക. അതിനുശേഷം ലിറ്ററേച്ചേഴ്സിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ബ്രെയിൻ സ്റ്റോം പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് എക്സ്പേർട്സൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? തിയറിറ്റിക്കൽ ഫ്രെയിം വർക്കിനെ ഡെവലപ്പ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് തിയറിറ്റിക്കൽ ഗ്യാപ്പ് ഫൈൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. അടുത്തതാണ് എംപിരിക്കൽ ഗ്യാപ്പ്. എംപിരിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റിയൽ വേൾഡ് ഡാറ്റ അല്ലെങ്കിൽ എവിഡൻസസിൽ വരുന്ന ഗ്യാപ്പാണ് എംപിരിക്കൽ ഗ്യാപ്പ്. ഡാറ്റ ലിമിറ്റഡ് ആയിട്ടുള്ളപ്പോഴോ മിസ്സിംഗ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കേസസിലാണ് എംപിരിക്കൽ ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള ലാക്ക് ഓഫ് സ്റ്റഡീസ്, ഇൻസഫീഷ്യൻറ്റ് ഓർ അൺറിലയബിൾ ഡാറ്റ, കോൺട്രാഡിക്റ്ററി ഫൈൻഡിങ്സ്. ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് കൂടുതലായിട്ട് എവിഡൻസസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നോളേജ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ ഐഡിയാസിനൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് സ്റ്റഡിയിങ് എ ന്യൂ മെഡിസിൻസ് എഫക്റ്റ് ഓൺ എ ഡിസീസ് ബട്ട് നോ എക്സിസ്റ്റിംഗ് ഡാറ്റ ഈസ് അവൈലബിൾ, എ ക്ലിനിക്കൽ ട്രയൽ വുഡ് ബി റിക്വയർഡ്. പുതിയ മെഡിസിൻസിൻ്റെയൊക്കെ എഫക്റ്റ് ഓരോ ഡിസീസസിൽ നോക്കുമ്പോൾ പക്ഷെ അവിടെ എന്താണ്? എക്സിസ്റ്റിംഗ് ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു ക്ലിനിക്കൽ ട്രയൽ അവിടെ റിക്വയർഡ് ആണ്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ആണ്: ആദ്യം റിസർച്ച് ക്വസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുക, എക്സിസ്റ്റിംഗ് സ്റ്റഡീസിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക, ഗ്യാപ്സ് എംപിരിക്കൽ എവിഡൻസിൽ എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുതിയ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് പുതിയ എംപിരിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഇതാണ് എംപിരിക്കൽ ഗ്യാപ്പ്. അടുത്തതാണ് മെത്തഡോളജിക്കൽ ഗ്യാപ്പ്. മെത്തഡോളജിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സിൽ വരുന്ന ഗ്യാപ്പാണ് മെത്തഡോളജിക്കൽ ഗ്യാപ്പ്. റിസർച്ച് മെത്തേഡ്സ് വീക്കായ കേസസിലോ ഇൻഅപ്രോപ്രിയേറ്റ്, ഇൻകംപ്ലീറ്റ്,
ഇന്നാക്യുറേറ്റ് റിസൾട്ട്സ് തരുകയാണെങ്കിലാണ് ഈ മെത്തഡോളജിക്കൽ ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് മെത്തേഡ്സ് ഒന്നുകിൽ ലിമിറ്റഡ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവാം, റോങ് സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുക, ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനിലുള്ള ബയാസ് ഒക്കെ ഇതിന് കോസസ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനും റീസേർച്ചിൻ്റെ റിലയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളാണ് എ സ്റ്റഡി ഓൺ പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ഓൺലി യൂസസ് സ്മോൾ സർവേ ബട്ട് ഡസൻ ഇൻക്ലൂഡ് ഇൻ്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ ദിസ് ലിമിറ്റ്സ് റിസൾട്ട്. അപ്പോൾ ഒരു സ്മോൾ സർവേ നടത്തിയിട്ട് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഇൻ്റർവ്യൂസോ ഒബ്സർവേഷൻസോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ അവിടെ റിസൾട്ട് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. അതാണ് മെത്തഡോളജിക്കൽ ഗ്യാപ്പ്. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്: ആദ്യം സെയിം സ്റ്റെപ്പ് പോലെ തന്നെ റിസർച്ച് ക്വസ്റ്റ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുക, എക്സിസ്റ്റിംഗ് സ്റ്റഡീസിനെ ഇവാലുവേറ്റ് ചെയ്യുക, ഈ എക്സിസ്റ്റിംഗ് മെത്തഡോളജിക്കൽ എവിഡൻസസിൽ വരുന്ന ഗ്യാപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, പുതിയ റിസർച്ച് ഡിസൈൻ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ റിസർച്ച് ഡിഫറെൻറ്റ് മെത്തഡോളജി വെച്ചിട്ട് പുതിയ റിസർച്ചിനെ കണ്ടക്ട് ചെയ്യുക. ഏകദേശം സ്റ്റെപ്സ് ഒക്കെ ഒരേപോലെയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അടുത്തത് പ്രാക്ടിക്കൽ ഗ്യാപ്പാണ്. പ്രാക്ടിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഫൈൻഡിങ്സും റിയൽ വേൾഡ് ആപ്ലിക്കേഷനും തമ്മിൽ വരുന്ന ഒരു ഗ്യാപ്പാണ് പ്രാക്ടിക്കൽ ഗ്യാപ്പ്. തിയറീസ് അല്ലെങ്കിൽ എവിഡൻസസ് പ്രോപ്പറായിട്ട് ആ പ്രാക്ടീസിൽ എഫക്റ്റീവ്ലി അപ്ലൈ ചെയ്യാത്ത കേസസിലാണ് പ്രാക്ടിക്കൽ ഗ്യാപ്പ് ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ ലാക്ക് ഓഫ് അവെയർനെസ്, നോട്ട് ഇനഫ് റിസോഴ്സസ് ടു അപ്ലൈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ അത്രത്തോളം റിസോഴ്സസ് ഇല്ലാത്തതും, കൾച്ചറൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, പുവർ ഷെയറിംഗ് ഓഫ് റിസർച്ച് ഔട്ട്കംസ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ കോസസ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിനെ ക്ലോസ് ചെയ്യുന്നത് വഴി റിസർച്ച് ബെനിഫിറ്റ്സ് സൊസൈറ്റി ആൻഡ് സോൾവ് റിയൽ പ്രോബ്ലംസ് ഇതൊക്കെ എൻഷുർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളാണ് റിസർച്ച് ഷോ എ ന്യൂ ടീച്ചിങ് മെത്തേഡ് ഇംപ്രൂവ് ലേണിംഗ് ബട്ട് സ്കൂൾ ഡോണ്ട് അഡോപ്റ്റ് ഇറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ട്രെയിനിങ് ഓർ ഫണ്ട്സ്. ഇതാണ് പ്രാക്ടിക്കൽ ഗ്യാപ്പിൻ്റെ എക്സാമ്പിൾ. അതായത് റിസർച്ച് പറഞ്ഞ ഒരു പുതിയ ടീച്ചിങ് മെത്തേഡ് വെച്ചിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ സ്കൂൾസിന് എന്താണ് ട്രെയിനിങ്ങിൻ്റെ ലാക്കോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ ലാക്കൊക്കെ ഉണ്ടാവുന്നത് കാരണം ആ ഒരു പറഞ്ഞിട്ടുള്ള ആ ഒരു ടീച്ചിങ് മെത്തേഡിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അതാണ് എന്ത് പ്രാക്ടിക്കൽ ഗ്യാപ്പ്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ആണ്: ആദ്യം റിസർച്ച് ക്വസ്റ്റ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുക, എക്സിസ്റ്റിംഗ് സ്റ്റഡീസ് ഇവാലുവേറ്റ് ചെയ്യുക, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലുള്ള ഗ്യാപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്ത് പ്രാക്ടിക്കൽ സൊല്യൂഷൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാണ് പ്രാക്ടിക്കൽ ഗ്യാപ്പ്. അടുത്തത് ലിറ്ററേച്ചർ ഗ്യാപ്പാണ്. ലിറ്ററേച്ചർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ പബ്ലിഷ്ഡ് സ്റ്റഡീസിലുള്ള എക്സിസ്റ്റിംഗ് പബ്ലിഷ്ഡ് സ്റ്റഡീസിൽ വരുന്ന ഗ്യാപ്പാണ് ലിറ്ററേച്ചർ ഗ്യാപ്പ്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് ഒന്നും ഇല്ലാത്ത കേസസിൽ, ഇൻസഫീഷ്യൻറ്റ് ഓർ ഔട്ട്ഡേറ്റഡ് റിസർച്ചിൻ്റെ കേസസിലോ ഇൻകംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലീവ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ലിറ്ററേച്ചർ ഗ്യാപ്പ് ഉണ്ടാവുക. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ വളരെ കുറച്ച് സ്റ്റഡീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും റിക്വയറിങ് ന്യൂ റിസർച്ച്, എമർജൻസ് ഓഫ് ന്യൂ ഫിനോമിന നോട്ട് യെറ്റ് എക്സ്പ്ലോർഡ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോസസ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചർ ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി റിസർച്ചേഴ്സിന് ഫ്രഷ് നോളേജിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് അഡൾട്ട് മെൻ്റൽ ഹെൽത്തിൽ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, പക്ഷേ ടീനേജേഴ്സിൻ്റെ ഡിജിറ്റൽ അഡിക്ഷന് വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതാണ് ലിറ്ററേച്ചർ ഗ്യാപ്പ്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ആണ്: ഫസ്റ്റ് റിസർച്ച് ക്വസ്റ്റ്യനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുക, എക്സിസ്റ്റിംഗ് സ്റ്റഡീസ് ഇവാലുവേറ്റ് ചെയ്യുക, ലിറ്ററേച്ചറിലുള്ള ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് റിസർച്ച് ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്ത് പുതിയ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഇതാണ് ലിറ്ററേച്ചർ ഗ്യാപ്പ്. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ ഫിനോമിനയിലൊക്കെ നോളേജിൽ വരുന്ന ഗ്യാപ്പാണ് ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ്. സോഴ്സസ് മിസ്സിംഗ് ആവുന്ന, ഡിസ്ട്രോയിഡ് ആവുന്ന അല്ലെങ്കിൽ ലിമിറ്റഡ് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉള്ള കേസസിലാണ് ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൻ്റെ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ലോസ്, ഡൊമിനൻ്റ് നറേറ്റീവ് എക്സ്ക്ലൂഡിംഗ് മാർജിനലൈസ്ഡ് വോയിസസ്, ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഇവൻറ്റ്സ് ഇതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പിന് കാരണമാവുന്നത്. മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഗ്യാപ്സ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഫുൾ അല്ലെങ്കിൽ മോർ അക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. എക്സാമ്പിളാണ് വുമൻസ് റോൾ ഇൻ ആൻഷ്യൻ മെഡിസിൻ. അതിൻ്റെ റിലയബിൾ സോഴ്സസ് ഒന്നും ഒക്കെ ഇപ്പോഴും ലാക്ക് ചെയ്യുന്നത് കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് നോക്കുക, സെയിം പോലെ തന്നെയാണ്. അടുത്തത് കൾച്ചറൽ ഗ്യാപ്പാണ്. കൾച്ചറൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിലുള്ള പീപ്പിൾസ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന ഗ്യാപ്പാണ് കൾച്ചറൽ ഗ്യാപ്പ്.
ലിമിറ്റഡ് അവയർനെസ് ഓഫ് വാല്യൂസ്, ബിലീഫ്സ്, ട്രഡീഷൻ ആൻഡ് പ്രാക്ടീസസ് ഓഫ് അനദർ ഗ്രൂപ്പ്സ്. അത് കാരണമാണ് കൾച്ചറൽ ഗ്യാപ്പ് അവിടെ ഉണ്ടാവുന്നത്. ഇതിൻ്റെ മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ബാരിയർ ആണ്. അതേപോലെ റിലീജിയനും എത്നിസിറ്റി, റേസ്, ജെൻഡർ, സോഷ്യൽ നോംസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതും മെയിനായിട്ടൊരു കോഴ്സാണ്. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി മ്യൂച്വൽ റെസ്പെക്റ്റ്, ഇൻക്ലൂസിവിറ്റി, ഹാർമണി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളാണ് ഒരു ഹെൽത്ത് ക്യാമ്പയിൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഡിസൈൻ ചെയ്തത്. അത് റൂറൽ ഇന്ത്യയിൽ എന്ത് ചെയ്യും, ഫെയിലാവും ഇഫ് കൾച്ചറൽ ബിലീഫ്സ് അബൌട്ട് ഇൽനെസ് ആർ ഇഗ്നോർഡ്. അതാണ് കൾച്ചറൽ ഗ്യാപ്പ്. അടുത്തതാണ് കോൺസെപ്ച്വൽ ഗ്യാപ്പ്. കോൺസെപ്ച്വൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഏരിയാസിലുള്ള ഐഡിയയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റിയിലൊക്കെ വരുന്ന ഗ്യാപ്പാണ് കോൺസെപ്ച്വൽ ഗ്യാപ്പ്. ടേംസ് അൺക്ലിയർ ആവുക, ഇൻകൺസിസ്റ്റൻ്റ് ആവുക, യൂണിഫൈഡ് ഫ്രെയിം വർക്കിൻ്റെ ലാക്കൊക്കെ വരുമ്പോഴാണ് കോൺസെപ്ച്വൽ ഗ്യാപ്പ് ഉണ്ടാവുക. മെയിൻ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് റിസർച്ചേഴ്സ് ഈ സെയിം കോൺസെപ്റ്റിനെ ഡിഫറെൻറ്റ് വേസിലായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ അഗ്രിമെൻ്റ് ഓൺ ഡെഫിനിഷൻസിൻ്റെ ലാക്ക്, ന്യൂ കോൺസെപ്റ്റ് എമേർജിങ് വിത്തൗട്ട് ക്ലിയർ എക്സ്പ്ലനേഷൻ. ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്ച്വൽ ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി ഡെഫിനിഷൻസിനെ റിഫൈൻ ചെയ്യാനും തിയറീസിനെ സ്ട്രെങ്തൻ ചെയ്യാനും റിസർച്ച് ആക്യുറസീനെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിളാണ് ഡിഫറെൻറ്റ് സ്റ്റഡീസ് മേ ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഡിഫറെൻ്റ്ലി, ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ ഇൻ കമ്പയറിംഗ് റിസൾട്ട്സ്. അപ്പോൾ ഇതാണ് കോൺസെപ്ച്വൽ ഗ്യാപ്പ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിസർച്ച് ഗ്യാപ്പിൽ പഠിക്കാനുള്ളത്. റിസർച്ച് ഗ്യാപ്പ് എന്താണ്, അതേപോലെ എങ്ങനെ ഈ റിസർച്ച് ഗ്യാപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ടൈപ്സ് ഏതൊക്കെയാണ്, അതിൽ തിയറിറ്റിക്കൽ ഗ്യാപ്പ്, എംപിരിക്കൽ ഗ്യാപ്പ്, മെത്തഡോളജിക്കൽ ഗ്യാപ്പ്, പ്രാക്ടിക്കൽ ഗ്യാപ്പ്, ലിറ്ററേച്ചർ ഗ്യാപ്പ്, ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പ്, കൾച്ചറൽ ഗ്യാപ്പ്, കോൺസെപ്ച്വൽ ഗ്യാപ്പ്. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.